എന്തായാലും ആലപ്പുഴയിൽ വഴി നിഷേധിക്കപ്പെടുന്ന ജനങ്ങൾക്ക് വഴി തുറക്കപ്പെടുകയാണ്. അതിനുള്ള എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. മുഖ്യമന്ത്രി ഇടപെടുന്നു. തൊട്ടു പിന്നാലെ ജനപ്രതിനിധികളുടെ സംഘം എന്തായാലും അവരുമായി ചർച്ച നടത്തുകയാണ്. അങ്ങനെ എന്തായാലും വഴി തുറക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ആ പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ഒരു കാത്തിരിപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു മാധ്യമ ദൗത്യത്തിൻ്റെ വിജയം കൂടിയാണ് അത് സംഭവിക്കുന്നത്. ഇതിനിടയിൽ കൂടുതൽ സംഘടനകളും ശക്തമായ പ്രതിഷേധവുമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. CPIയും ഈ മേഖലയിൽ ശക്തമായ നിലപാടാണ് എടുക്കുന്നത്. ആ പ്രദേശത്തെ ജനങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കപ്പെടണം, തങ്ങൾ ഇടപെടുമെന്ന് TJ ആഞ്ചലോസ് പറഞ്ഞു. മാരായകുളം പഞ്ചായത്തിൽ പൊള്ളയത്തെ തീരദേശവുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന 50ലധികം വരുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. അവർക്ക് തീരദേശ ഹൈവേയുമായി തീരദേശ റോഡുമായി ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള മാർഗം അത് കെട്ടിയടച്ചുകൊണ്ട് റിസോർട്ട് മാഫിയയുടെ കയ്യേറ്റം നടക്കുകയാണ്. വലിയ തോതിൽ റിസോർട്ട് മാഫിയ ഭൂമി കൈവശപ്പെടുത്തുന്നുണ്ട്. ഇതിനിടയിൽ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത മത്സ്യത്തൊഴിലാളികളുടെ വീടിന് ചുറ്റും കൂറ്റൻ മതിൽ കെട്ടുക, അവരെ ഒറ്റപ്പെടുത്തുക, ഇതാണ് പൊതുവെ പലയിടങ്ങളിലും തീരദേശത്ത് ഇത്തരം ആളുകൾ സ്വീകരിക്കുന്ന സമീപനം. ഈ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളുടെ അവരുടെ ജീവിതം, തീരദേശവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിതം സംരക്ഷിക്കപ്പെടണം. അവർക്ക് തീരദേശ റോഡിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയുള്ള മാർഗം ഉണ്ടാകണം. അത് കെട്ടിയടക്കുക എന്നുള്ള റിസോർട്ട് മാഫിയയുടെ സമീപനത്തിനോട് തീരദേശത്ത് ജനത ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അവരോടൊപ്പമാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഇതാണ് CPIയുടെയും വാദം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, പൊതുസമൂഹം, ജനപ്രതിനിധികൾ, അവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ ആ ജനങ്ങളുടെ പൊതുവായ വിഷയത്തിലേക്ക് വരികയാണ്. ഇതുവരെ ആരും ഇടപെടാൻ വിമുഖത കാട്ടിയിരുന്ന, അതല്ലെങ്കിൽ അവർ മാറ്റിവെച്ചിരുന്ന ആ വിഷയത്തിലേക്ക് വഴി തുറക്കപ്പെടുന്നത് ന്യൂസ് 8ൻ്റെ വാർത്തയാണ്. ശരണ്യാണ് ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ കണ്ടറിയുകയും അവിടെ എത്തി ആ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത്. ശരണ്യ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരണ്യ, എന്തായാലും നമ്മുടെ ഒരു ദൗത്യം വിജയം കാണുന്നതിൻ്റെ എല്ലാ സൂചനകളുമുണ്ട്. അവിടെ വഴി തുറക്കപ്പെടുകയാണ്. അതിന് നമ്മൾ വഴി തുറക്കാനുള്ള വഴി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി വിടുകയും ചെയ്യുന്നത്. എന്താണ് ഇപ്പോഴത്തെ ജനപ്രതിനിധികളുടെ ഉറപ്പിന് ശേഷമുള്ള തുടർ നടപടികൾ? അത് എപ്പോൾ സാധ്യമാകും? റിസോർട്ട് ഉടമകൾ ഇതിനോട് അനുകൂല നിലപാട് തന്നെ എടുക്കുമോ? സജിത്ത്, ഇതിലെ 3 സ്റ്റേജുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ഇത് ലോക്കൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പഞ്ചായത്ത് നിന്നും ഉള്ള ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ വിശദാംശങ്ങൾ തേടി പോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജനപ്രതിനിധികൾ, അതായത് ജില്ലാ പഞ്ചായത്ത് 3 ഡിവിഷനുകളാണ് ഉള്ളത്. ജില്ലാ പഞ്ചായത്തും ഒപ്പം ബ്ലോക്ക് വാർഡ് മെമ്പർമാർ, ആ 3 സ്ഥലത്തെയും ആളുകളാണ് അവിടെ എത്തിയിട്ടുള്ളത്. റിയാസ് ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ വന്ന് ഈ പ്രദേശത്തുള്ള അവരുടെ ഒരു സ്ഥിതി പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആ സമയത്ത് തന്നെ നമ്മളുടെ സാന്നിധ്യത്തിൽ തന്നെ കമ്പനി അധികൃതരുമായി ഇവർ ബന്ധപ്പെട്ട് അവരുടെ ഒരു ബോർഡാണ് ഇതിന്റെ ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോർഡിന്റെ ഒരു അനുമതി വാങ്ങുന്നതിന് വേണ്ടിയുള്ള ഒരു കാലതാമസമാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം തിങ്കളാഴ്ചയോടെ അവർ ഈ മീറ്റിംഗിൽ ഇരിക്കും. അതായത് പഞ്ചായത്ത് പ്രതിനിധികളും ഈ ജനങ്ങളും ഒപ്പം തന്നെ ഈ നമ്മളോട് ഇപ്പോൾ പ്രദേശം സന്ദർശിച്ച ജനപ്രതിനിധികളും MLA PP ചിത്തരഞ്ജൻ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെടുന്നുണ്ട്. അവരുൾപ്പെടെയുള്ളവർ അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ റിസോർട്ട് അങ്ങനെ ജനങ്ങളുടെ ഒരു അവകാശത്തെ, അല്ലെങ്കിൽ അവർക്ക് ലഭ്യമാകേണ്ട ന്യായമായ ഒരു അവകാശത്തെ കവർന്നെടുക്കുന്ന രീതിയാണെങ്കിൽ തീർച്ചയായും അതിന് ജനപ്രതിനിധികൾ നേരിട്ട് ഇടപെട്ട് അവിടെ റോഡ് നിർമ്മാണം, അതായത് 3 മീറ്റർ വീതിയുള്ള വാഹനം കടന്നു പോകുന്ന റോഡ് നിർമ്മാണം ആരംഭിക്കും എന്നുള്ളതാണ് നമ്മളുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. തീർച്ചയായും ഇത് ന്യൂസ് 18നും അതിനോടൊപ്പം തന്നെ ഉണ്ടാകും ആ ആളുകൾക്ക്. കാരണം മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ 24ാം വാർഡിന്റെ ദുരവസ്ഥയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ അവിടെ ഒരു റിസോർട്ട്, കുരുവി എന്ന് പറഞ്ഞൊരു റിസോർട്ട് കടന്നു വരുന്നു. അത് 7 ഏക്കർ സ്ഥലമോളം അവിടെ വാങ്ങുന്നു. അതിനുശേഷം പിന്നീട് അവിടെ മാരാരി ഇൻഫ്ര എന്ന് പറഞ്ഞൊരു കമ്പനി വരുന്നു, മാരാരി വില്ല പ്രോജക്റ്റ് വരുന്നു. അതോടുകൂടി ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ 25 ഏക്കറോളം സ്ഥലം വാങ്ങി. ആ സ്ഥലം വാങ്ങുന്നതിന് ആ ജനങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലായിരുന്നു. മറിച്ച് അവർക്ക് ആ 25 ഏക്കറിൽ ഉൾപ്പെട്ടിരുന്ന വീടുകൾ, അവർ കടന്നുപോയിരുന്ന വഴികൾ, ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം വന്നു. ആ വഴി, അങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അവരുടെ റിസോർട്ടിനകത്തു കൂടിയുള്ള പ്രദേശത്തു കൂടി നടക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾ തന്നെ അംഗീകരിച്ച്
റിസോർട്ടിന്റെ തെക്കേ അതിരിൽ ജനങ്ങളടക്കം ഭൂമി വിട്ടുകൊടുത്ത് സഞ്ചാരയോഗ്യമായ, അപ്പോൾ ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ 3 തോടുകൾ ഉൾപ്പെടെ ഉണ്ട്. ഇതെല്ലാം പാലകൾ ഉൾപ്പെടെ നിർമ്മിച്ച് നൽകേണ്ടതാണ്. വാഹനം കടന്നു പോകുന്ന കലുങ്കുകൾ ഉൾപ്പെടെ നിർമ്മിച്ച് നൽകേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം വേണമെങ്കിൽ ഏറ്റവും ഒടുവിലായി തീരദേശ ഹൈവേയുടെ ഭാഗത്തേക്ക് എത്തുന്ന അവിടെ ഇവർ കമ്പനി ഇനി കൺസെന്റ് നൽകേണ്ടതുണ്ട്. അത് നൽകാമെന്ന് പറഞ്ഞ കമ്പനി അവസാന നിമിഷം അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ് ജനങ്ങൾ ഉന്നയിക്കുന്ന വാദം. ആ റോഡിലേക്ക് ഉള്ള ഫ്രണ്ടേജ് കിട്ടാതായതോടെയാണ് ജനങ്ങൾക്ക് ഇതിൻ്റെ ഒരു ചതി മനസ്സിലാവുകയും വലിയ വോളുകൾ, അതായത് ആ തീരദേശത്തെ ജനങ്ങളെയും ഈ ഭൂമി പ്രദേശത്തെയും തമ്മിൽ മറക്കുന്ന വലിയ ഭിത്തികൾ ഉയർന്നതോടെയാണ് ഇതിൻ്റെ ഒരു ഭീതിതമായ ഒരു അന്തരീക്ഷം ജനങ്ങൾ തിരിച്ചറിയുകയും അവർ അവിടുന്ന് വിട്ടുപോകാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും, നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും ആ വിഷയങ്ങൾ, ആ ദൃശ്യങ്ങളടക്കം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തുവിട്ടിരുന്നു. നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ മത്സ്യത്തൊഴിലാളി യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ATUCയുടെ TJ ആഞ്ചലോസ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടു. മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മുഖ്യമന്ത്രി അന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് അവിടുത്തെ LSGDയുടെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി തന്നെ അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകി. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, വാർഡ് മെമ്പർമാരുടെ ആളുകൾ നമ്മുടെ സാന്നിധ്യത്തിൽ തന്നെ അവിടെ എത്തി ഈ പ്രദേശം സന്ദർശിക്കുകയും നമ്മളുടെ കൂടി ഉറപ്പിൽ നമ്മൾ അത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് റെക്കോർഡിക്കലായി മാറുകയാണ്. നിങ്ങൾ ഈ വഴി അവർക്ക് ഉറപ്പ് നൽകുകയാണെന്ന് പറഞ്ഞപ്പോൾ കമ്പനി അധികൃതരുമായുള്ള ചർച്ച നേരവണ്ണമുള്ള ചർച്ചയിലേക്ക് പോകും. ആ ചർച്ച നടന്നില്ലെങ്കിൽ തീർച്ചയായും അവിടുത്തെ ജനപ്രതിനിധികൾ ഇടപെട്ട് തന്നെ ആ 3 മീറ്റർ എന്നുള്ള ആ വഴിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. അതിൽ ഉണ്ടാകും എന്നുള്ളത് നമ്മളുടെ സാന്നിധ്യത്തിൽ കൂടിയാണ് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. എന്നാൽ തിങ്കളാഴ്ചത്തെ ചർച്ചയ്ക്ക് നമ്മൾ കാത്തിരിക്കുകയാണ്. ആ ചർച്ചയിൽ എന്ത് തീരുമാനമാണ് ഉണ്ടാകുന്നത്, അത് പരാജയപ്പെടുകയാണെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നടക്കം, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിനകത്ത് റവന്യൂ ഒപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കൂടി ഈ വിഷയത്തിനകത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സജിത്, അതാണ് സാഹചര്യം. എന്തായാലും ശരണ്യ, ഒരു കാര്യം കൂടി, ഈ നടപടിയിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ജനപ്രതിനിധികൾ ഇടപെടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് ഏതു തരത്തിലുള്ള ഒരു പരിഹാരം, അതായത് 3 മീറ്റർ റോഡ് എന്ന് പറയുന്നത് അത് റോഡ് സ്ഥലം വേർതിരിച്ചിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് പിന്നീട് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണം, അവിടേക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇത് മുഴുവൻ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി റെഡിയാണോ ഈ ജനപ്രതിനിധികളുടെ മനസ്സിൽ? അവരത് പങ്കുവയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കൃത്യമായൊരു പ്ലാൻ ഉണ്ട്. അതായത് ഒരു അംഗനവാടി കെട്ടിടം അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ 3 തോടുകളുണ്ട്. നമ്മൾ ആ തോടുകളിലൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിട്ടുണ്ട്. അതായത് ഒരു ഉണങ്ങിയ മരക്കഷ്ണം ഇട്ടിട്ട് അതിട്ടിട്ടാണ് ആളുകൾ ആ തോട് കടന്ന് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുട്ടികൾ കടന്നു പോകുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ഇട്ട തോടുകളാണ്. ആ പഴയ നമ്മളുടെ ഈ കോൺക്രീറ്റ് തൂണുകളുണ്ടല്ലോ, ആ തൂണുകൾ ഇട്ടിട്ട് അതിനകത്ത് കൂടിയാണ് കുട്ടികൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലം വരെ കാത്തിരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. കാരണം മഴക്കാലം വന്നാൽ ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലാകും. മാത്രമല്ല 25 ഏക്കറോളം റിസോർട്ട് എടുത്തതോടെ അതിൻ്റെ റിസോർട്ടിൻ്റെ ഭാഗം വരുന്ന വഴികളെല്ലാം തന്നെ കാട് പിടിച്ച് വലിയ മരങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വനസമാനമായ സാഹചര്യത്തിൽ കിടക്കുകയാണ്. അപ്പോൾ കുട്ടികൾ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഈ വെള്ളം കൂടി നിറഞ്ഞു കഴിയുമ്പോൾ ഇഴജന്തുക്കളുടെ സാന്നിധ്യം വളരെ വലുതാണ്. അവിടെ വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണ്. അത് നമുക്ക് കുഞ്ഞുങ്ങളോടും രക്ഷകർത്താക്കളോടും ചോദിച്ചു പാമ്പ് കടിയേറ്റ ആളുകൾ മരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നും ഈ മഴയ്ക്ക് മുമ്പ് അവർക്കൊരു തീരുമാനമുണ്ടാക്കി അതിനകത്ത് ആ തീരുമാനത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ വഴി എന്നുള്ളത് ഒരു തടസ്സകരമായൊരു കാര്യമായി മാറില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിനുവേണ്ടി ഫണ്ട് നമ്മൾ പഞ്ചായത്ത് അധികൃതരുമായി സംസാരിച്ചപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അത് നൽകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, നിയമപരമായ പ്രശ്നവുമില്ല എന്നുള്ളതാണ്. പക്ഷേ കൺസെന്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൺസെന്റ് ഒരു ഭാഗത്തുനിന്ന് നൽകാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇപ്പം നിലവിൽ പഞ്ചായത്ത് അധികൃതർ ഇതിനകത്തുള്ള തോട്, അതായത് പല കൈത്തോടുകൾ ഈ പ്രോപ്പർട്ടിക്ക് അകത്തുകൂടി കടന്നു പോകുന്നുണ്ട്. അത് പൊതു തോടുകളാണ്. ആ തോടുകൾ ഉൾപ്പെടെയുള്ള നിർമ്മാണം വന്നതിന് സ്റ്റോപ്പ് മെമ്മോ അടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി ഈ വഴിയുടെ കാര്യത്തിനകത്ത് അടക്കം ഇതിനകത്ത് ചില ഇടങ്ങളൊക്കെ തന്നെ സർക്കാരിൻ്റെ ഭൂമി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അന്വേഷണങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ എത്തും. മാത്രമല്ല സഹിതം അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്ക് ജനങ്ങൾക്കെല്ലാം കുടിവെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. അതുൾപ്പെടെ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ നിലച്ചു കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവകരമായി തന്നെ ഇപ്പോൾ ഇത് പരിഗണിക്കുന്നുണ്ട്. ഇതിനകത്ത് വളരെ പെട്ടെന്ന്
തന്നെ ഒരു അന്തിമമായൊരു വിജയത്തിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾക്ക്, തീരദേശവാസികളായ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം എന്തായാലും നമ്മളും ഉണ്ടാകും സജിത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും അവിടെ വഴി തുറക്കപ്പെടുകയാണ്. അതിൽ ശരണ്യയുടെ ഇടപെടൽ എന്തായാലും വലിയതായിരുന്നു, ശ്ലാഘനീയമാണ്. വലിയ തരത്തിലുള്ള ഒരു ബാധ്യമ ദൗത്യം കൂടിയാണ് അവിടെ നിർവഹിക്കപ്പെടുന്നത് എന്നതാണ്. എന്തായാലും ഞങ്ങളും ഉറപ്പ് നൽകുന്നു, ആ വഴി തുറക്കപ്പെടുന്നത് വരെ ഞങ്ങളും ഒപ്പമുണ്ടാവും. ഇപ്പോൾ ചില ഉറപ്പുകൾ ഉണ്ടാവുന്നു സർക്കാരിൻ്റെ, ജനപ്രതിനിധികളുടെ, പക്ഷേ അത് പോരാ. ആ വഴി അവിടെ പൂർണ്ണമാവണം. ജനങ്ങൾ അല്പം കാത്തിരിക്കാൻ തയ്യാറാണ്. അതുവരെ നമുക്കും കാത്തിരിക്കാം. ഇതിനൊപ്പം ഞങ്ങളും ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.